വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും അവൾക്ക് അവരുടെ കാറിന്റെ കീ ലഭിക്കുന്നു. അവൾ ഒരു തരത്തില് മാർക്കിന്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് കാറിലെത്തുന്നു. അവൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാരണം അതിൽ ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ മാർക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. കാറിൽ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു റെക്കോർഡർ ഓൺ ആവുകയും ചെയ്യുന്നു. ഏമയും ടോമും തമ്മിലുള്ള അഫെയർ മാർക്ക് അറിഞ്ഞിരുന്നു. നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നാൽ നീ എനിക്ക് തിരികെ നൽകിയതോ? നിന്റെ ഇപ്പോഴത്തെ ഈ പേടിച്ചേരേണ്ട മുഖം കാണാൻ പറ്റാത്തതില് എനിക്ക് നല്ല ദുഃഖമുണ്ട്. എങ്കിലും എന്റെ പ്രതികാരം പൂർത്തിയായി എന്നൊക്കെ ആ വോയിസ് റെക്കോർഡറിൽ നിന്നും ഏമയ്ക്ക് കേൾക്കാൻ സാധിച്ചു. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേക്കും ഏമയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവള് തിരിച്ച് വീടിനകത്തെത്തി അവളുടെ മുഖത്തെ ബ്ലഡ് ഒക്കെ കഴുകി കളയുന്നു. കഴുത്തിൽ കിടക്കുന്ന മാർക്ക് സമ്മാനിച്ച നെക്ലേസ് ഊരാൻ നോക്കിയിട്ട് അത് ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു തവണ ഇട്ട് കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും ഊരാൻ പറ്റാത്ത രീതിയിലായിരുന്നു മാർക്ക് ആ നെക്ലേസ് പണി കഴിപ്പിച്ചിരുന്നത്. എന്തെങ്കിലും ടൂൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാർക്കിന്റെ ബോഡിയുമായിട്ട് അവള് ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ അവിടെയുള്ള സാധനങ്ങളും മാർക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. എന്നാൽ തിരിച്ചു കയറി പോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഒരു തരത്തില് കഷ്ടപ്പെട്ട് അവൾ ആ ബോഡിയും വലിച്ചുകൊണ്ട് ആ സ്റ്റേഴ്സ് മൊത്തം കയറുന്നു. പക്ഷെ അതുമൂലം അവളുടെ കൈക്ക് നല്ല പരിക്ക് പറ്റുന്നു. ഫോട്ടോസ് ഹാങ് ചെയ്തിരുന്ന ആ മുറിയിലെ ഫോട്ടോകളെല്ലാം മാറ്റി പകരം പുതിയ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏമയും ടോമും തമ്മിലുള്ള ഫോട്ടോസ് ആയിരുന്നു മുഴുവനും. എന്നാൽ ഒരു ഫോട്ടോ മാത്രം ബോബിയുടേതായിരുന്നു. അവള് കണ്ണു കുത്തിപ്പൊട്ടിച്ച ആ ബോബിയുടേത്. അതവളെ ഏറെ ഭയപ്പെടുത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീടിന് വെളിയിൽ ഒരു വണ്ടി വരുന്ന സൗണ്ട് അവൾ കേട്ടത്. അവള് പെട്ടെന്ന് തന്നെ മെയിൻ ഡോർ ലോക്ക് ചെയ്യുന്നു.